ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. പിന്നെ നമ്മുടെ ഹിജാബ് പ്രശ്നം ഇന്നലെ കൊണ്ട് അവസാനിച്ചതാണ്. ഇന്നലെ കോടതി ഒത്തുതീർപ്പാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് അവിടെ യൂണിഫോം ഹിജാബൊക്കെ ഇട്ട് ഇരിക്കുക എന്നുള്ള രീതിയിലാണ് കോടതി തീരുമാനമാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നാലും കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി അവിടുത്തെ ജസ്റ്റിസ് ഈ ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ പഠിച്ചതാണ്, മഠത്തിലൊക്കെ ഈ കോളേജിലൊക്കെ പഠിച്ചാണ്. അപ്പോൾ അവിടുത്തെ നിയമം എങ്ങനെ അറിയാം, അവിടെ സിസ്റ്റേഴ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതൊരു ഭാഗം. ഇപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കോടതി വിധി അറിഞ്ഞിട്ട് മാറാനിരിക്കുമായിരുന്നു. കോടതി വിധി അറിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, കോടതി വിധി അങ്ങനെ നിൽക്കട്ടെ, ഞങ്ങളെ ഏതായാലും ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, കാരണം ഞങ്ങൾ മാറുക എന്നുള്ളതാണ്. അപ്പം ഇനി ഇത് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ കോടതി സ്കൂളുമായിട്ട് സ്കൂൾ മാനേജ്മെൻറ്റായിട്ട് തീരുച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞങ്ങളൊന്നും ഇത് മുന്നോട്ട് പോകുന്നില്ല. അപ്പം ഈ DD സ്കൂളിന് ഇത് നിയമം കൊടുത്തിരുന്നു. ഈ DG പ്രഖ്യാപിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്കൂളിൽ കുട്ടീനെ ഹിജാബിട്ട് ഇരുത്താനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിക്ക് പിന്നെ അത് പിന്തള്ളാനായിട്ട്, അത് ഒഴിവാക്കാനായിട്ട് അവിടെ മാനേജ്മെൻറ്റ്സ് ഇത് കൊടുത്തിരുന്നു, ഒരു ഹർജി കൊടുത്തിരുന്നു. ആ ഹർജി പരിഗണിച്ചില്ല. അപ്പോൾ ചിലർ പറയുന്നതെന്ന് വെച്ചാൽ, ചില ഓൺലൈൻ ചാനലുകൾ ഈ വർഗീയത ഉണ്ടാക്കുന്ന ചില നാറി ചാനലുകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, കോടതി വലിച്ചു കീറി ചവിച്ചുകൊട്ടയിൽ എറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്കതൊന്നും പറയേണ്ട കാര്യമില്ല, ഇവർ കണ്ടിട്ടില്ലല്ലോ. കാരണം ഇവരൊക്കെ ഈ പ്രശ്നം ഒത്തുതീർന്ന പ്രശ്നം പിന്നെ വഷളാക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇന്നും ഈ ചില വെന്നീസ് എൻ്റർടൈൻമെൻറ്റ് പോലുള്ള ചാനലുകൾ, അതുപോലെ വേറൊരു ചാനലൊക്കെ ഞാൻ കണ്ടതാണ്, ഇവരെ ഊക്കിച്ചിരിക്കുകയാണ്. വെന്നീസ് എൻ്റർടൈൻമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട ഒരാൾ, ഒരു മാത്യു എന്ന് പറയുന്ന ഒരുത്തൻ, പിന്നെ ഈ അൻസാരി ഉസ്താദ് തന്നെ വിളിക്കുന്നു. ഈ അൻസാരി ഉസ്താദ് അതുപോലെ ഈ വെന്നീസ് എൻ്റർടൈൻമെൻറ്റൊക്കെ ഇവർ ഒരു ജോഡിയാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെപ്പോഴും ഗുണ്ടിയാണ് ഇത്. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞാൽ ചക്കരയും തേങ്ങാൻ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ടീമുകളാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഇവൻ ഈ അൻസാരി ഉസ്താദിന് ഫോൺ വിളിച്ച് പറയുന്നു, ഇന്ന പോലെയൊക്കെയാണ് സംഭവങ്ങൾ. അവിടെ ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സമുദായമാണ് വലിയ സമുദായം, മാർത്തോമ യാക്കോബ എന്നുള്ള വേർതിരിവ് അവർ കാണുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇവൻ്റെ പേര് മാത്യു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു ആശയം ഉന്നയിച്ചുകൊണ്ടാണ് ഈ വർഗീയവാദികളായ ഈ ചാനലുകളൊക്കെ ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരുപാട് ചാനലുകളുണ്ട്, പക്ഷേ ഇത് കോടതി വിധി ഇങ്ങനെയായി. പിന്നെ ഇവർക്കാർക്കും പ്രശ്നമില്ലാതെന്ന് തീരുമാനമായപ്പം ആർക്കും ഇപ്പം മുണ്ടാട്ടമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒരു ആഘോഷമാണ്, ഇതൊരു ആഘോഷം ആഘോഷിക്കും. അതായത് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ഇവർ ഇല്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇന്നിപ്പോൾ ആർക്കും മിണ്ടാനൊന്നുമില്ല. 1-2 ചാനൽ, 24 പോലുള്ള ചാനലുകളിലൊക്കെ ഇതിൻ്റെ തീരുമാനമായ ഈ ന്യൂസ് വന്നിട്ടുള്ളൂ, എല്ലാവരും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ക്രിസ്ത്യൻ ന്യൂസ് ചാനലായ പിന്നെ ഈ ഷേഖിനാഗ് TV-യിലൊക്കെയാണ് ഇത് അധികം ന്യൂസുകൾ വരുന്നത്. അതെല്ലാം മലയാള ചാനലുകളിൽ വേറെ ഒന്നും വരുന്നില്ല. കാരണം എല്ലാവർക്കും ഇതൊന്ന് കലങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് കലങ്ങിയില്ല, അത് ഒരു വിധത്തിൽ തെളിഞ്ഞു. അപ്പം അതിനുള്ള കണ്ണിക്കടിയായിട്ട് ഇവർ പല രീതിയിലും ഇപ്പോൾ ഈ വെന്നീസ് എൻ്റർടൈൻമെൻറ്റിലുള്ള ഈ നാറി ചാനലൊക്കെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സിസ്റ്ററേയും പിന്നെ ഈ പ്രിൻസിപ്പൽ സിസ്റ്ററേയും PTA പ്രസിഡൻറ്റിനെയൊക്കെ അവഗണിക്കുന്ന രീതിയിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, സിസ്റ്ററുടെ ക്രൂരമായ ചിരിയാണ്, അങ്ങനത്തെ ചിരിയാണ്. ഈ PTA പ്രസിഡൻറ്റ് നാറിയാണ്, മറിച്ചാണെന്നുള്ള രീതിയിലാണ് ഇവനൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി തീരുമാനമായത് ഇപ്പോൾ ഇന്നൊരു ന്യൂസിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചോട്ടെ, പക്ഷേ അത് ഇങ്ങനെയാണ് തീരുമാനമാക്കിയിരിക്കുന്നത്. അപ്പം ഹിജാബ് ഇടണ്ടെന്നുമല്ല, ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PTA പ്രസിഡൻറ്റ് ഇന്നലെ ഈ ഷേഖിനാഗ് TV-യിൽ അവിടുത്തെ ചാനൽ ചർച്ച പറയുന്നുണ്ട്, കോടതിയിൽ നിന്നൊക്കെ തീരുമാനമായി. അപ്പോൾ ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ, ഇവിടുത്തെ പല രക്ഷിതാക്കളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1, 2, 3 കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല, ബാക്കി ഇത്രയും കുട്ടികൾക്ക് അവിടെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കുട്ടികൾക്ക് പഠിക്കേണ്ടത് നിങ്ങൾ നിയമം മാറ്റി നിങ്ങളിത് പിന്നെ ശക്തമായിട്ട് തന്നെ നിൽക്കണം. കാരണം നിങ്ങൾ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒക്കെ പിന്നെ TC വാങ്ങി പോകേണ്ടി വരും. കാരണം ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുള്ള രീതിയിലാണ് പല രക്ഷിതാക്കളും പറയുന്നത്.
ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചാനൽ കുട്ടികൾ അവിടെ നിന്ന് സ്കൂള് TC വിട്ട് പോവാണ്, മാറ്റാൻ പോവുകയാണ്. ആകെ 2-3 കുട്ടികളെ പോകണുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ഒരാന പോയി കഴിഞ്ഞാൽ 16 ആന പോയി എന്ന് പറയുന്ന പോലെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ തീരുമാനമായി. ഇപ്പോൾ ഇവിടുത്തെ ഈ ഓൺലൈൻ ചാനലുകളെ യൂട്യൂബുകാർക്കൊക്കെയാണ് കടക്കാൻ ഭയങ്കര സൂക്കട്. അവർക്കിത് എങ്ങനെയും കുത്തിപ്പൊന്നിച്ച് ഇത് വർഗീയത ഒന്നും കൂടി ആളി കത്തിച്ച് ഇത് ഒന്നും കൂടി ഈ പ്രശ്നം രൂക്ഷമാക്കണം. ഇന്നൊക്കെ ചില ന്യൂസുകളിലൊക്കെ അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇന്നലെ ആ പ്രശ്നം തീർന്നതാണ്, പിന്നെ ഈ പ്രശ്നം ഊതി വലുതാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കോടതിയോടും പോലീസിനോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഈ വർഗീയ ചാനലുകളെ ഇങ്ങനത്തെ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പേരിൽ കംപ്ലയിൻ്റ് എടുക്കുക, ഇവരൊക്കെ ജയിലിലടയ്ക്കുക. കാരണം ഇവരൊക്കെ ഈ ചാനൽ പൂട്ടിക്കിടക്കണം. കാരണം ഇത് 600-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ ഇവർക്ക് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇങ്ങനെ സോൾവ് ആയിപ്പോയി. ഇതിങ്ങനെ ആളിക്കത്തിച്ചത് ഇങ്ങനെ നീറി പോകണം, അടുത്ത ആഴ്ചയിലും പോകണം, പിന്നത്തെ ആഴ്ചയിലും കോടതിയിൽ പോകണം, ഇങ്ങനെ നടക്കണം. അപ്പം ഇവർക്കിത് എങ്ങനെയും കുളം തോണ്ടാനുള്ള പരിപാടിക്കാണ് ഇവർ ഈ രീതിയിലൊക്കെ ഇവർ ഇപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ സൈബർ ആക്രമണം നടത്തി വളരെ രീതിയിൽ ഈ സിസ്റ്ററൊക്കെ വളരെ രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ സൈബർ ആക്രമണം നടത്തിയ ടീമുകളാണ് ഈ പറയുന്ന ഈ വെന്നിസ് എൻ്റർടൈൻമെൻറ്റ് ചാനൽ, അൻസാരി ഉസ്താദ്, അതുപോലെ തന്നെ ഒരു ഷെഫീന സുൽത്താൻ. ഇവർക്ക് ഈ ഷെഫീനയ്ക്ക് പണ്ടേ ബൈബിൾ കണ്ട അലർജിയാണ്. ഇവരുടെയൊക്കെ വീഡിയോ ഒരു വട്ടം ചെയ്തതാണ്. ഷെഫീനയുടെ അനക്കപ്പോൾ 2 ദിവസമായിട്ട് കാണാനില്ല. അതവർക്കൊരു സ്വാമിയുണ്ട്, ഒരു പടുകളവൻ സ്വാമിയുണ്ട്, ഒരു ബ്രാഹ്മകൂമർ സ്വാമി, വെറും വർഗീയത തുപ്പുന്ന വിഷം ചീറ്റുന്ന നാറി. അതുപോലെ തന്നെ ഒരു മേലാറ്റൂർ എവിടെയുള്ളൊരു രാമോലിയുണ്ട്, വട്ടായിൽ അച്ഛൻ, അട്ടപ്പാടി താവളത്തിലെ സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ ഇപ്പം മിനിഞ്ഞാന്ന് സംസാരിച്ചു. ഈ ചെങ്ങായി ഏതാണ്, ഇവൻ ഒരു അച്ഛനാണോ എന്നുള്ള രീതിയിൽ ഈ വീഡിയോ ഞാൻ നമ്മുടെ ഒരു ബന്ധുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നാറി എത്രയും വേഗം അച്ഛന് കാണിച്ചു കൊടുക്കണം. അച്ഛന് കാണിച്ചു കൊടുത്തിട്ട് അച്ഛൻ നിയമപരമായിട്ട് അച്ഛൻ നീങ്ങിക്കോട്ടെ. കാരണം ഇങ്ങനെയുള്ള ഈ നാറികളൊന്നും, ഞാൻ പറയട്ടെ, എനിക്ക് തെറി പറയാൻ നമ്മൾ വളരെ നല്ല രീതിയിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ തെറി പറയിപ്പിച്ചേ അടങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറേ നാറികൾക്ക് കടക്കാൻ ഭയങ്കര സൂക്കടാണ്. അപ്പോൾ ഇവനെയൊക്കെ ഇങ്ങനത്തെ യൂട്യൂബേഴ്സിനൊന്നും ഇവൻ്റെ ചാനൽ തന്നെ പൂട്ടിച്ചു പോകണം. ഇവരെയൊക്കെ എടുത്ത് അരക്കി പിന്നെ കോടതിയിൽ കയറ്റണം. കാരണം ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ സോൾവ് ആയതാണ്. ഇപ്പോൾ പലർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല, സുഖിക്കുന്നില്ല. ഇതെങ്ങനെയും കുത്തിപ്പൊന്നിച്ച് പിന്നെ രണ്ടാമതൊരു പ്രശ്നമാക്കണം എന്നുള്ളതാണ്. ഈ കുത്തിപ്പൊക്കി ഇങ്ങനെ രണ്ടാമതൊരു പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുക, ഇവർക്ക് ചിരിക്കുക, ഇവർക്ക് പല വീഡിയോ പിന്നെയും ചെയ്യാം, പല അപവാദങ്ങളും ചെയ്യാം. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. അതേതായാലും ഇപ്പം മുകളിൽ ദൈവം എന്ന് പറഞ്ഞ ഒരാളിരിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇത് സോൾവായി. എല്ലാവർക്കും നന്ദി. ആ കോടതിക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും സ്കൂളിനും ആ പ്രിൻസിപ്പാളിനും ആ മാനേജ്മെൻറ്റിനൊക്കെ എൻ്റെ വളരെ ആശംസകളും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയുള്ള മറ്റുള്ള കുട്ടികൾ അവിടെ കുഴപ്പമില്ലാതെ പഠിക്കട്ടെ. അവരങ്ങനെ ആയുഷ്കാലം എത്ര കാലം പോയാലും അവർ പഠിക്കട്ടെ. അവർ ഇനിയും വരുന്ന കുട്ടികളും അങ്ങനെ പഠിക്കട്ടെ. അല്ലാതെ ഈ വർഗീയ വിഷയം ചുറ്റുന്ന ഇവനെപ്പോലുള്ള ഈ നാറുകളാണ് ഈ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവനൊക്കെ എങ്ങനെയാണ് ഇത് കറങ്ങി കാണണം. അപ്പോൾ ഇത് പല രീതിയിലും ന്യൂസ് പടച്ചു വിടുന്നുണ്ട്. ഇന്നിപ്പം മറ്റേ സുനിത ദേവദാസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ഇന്നലത്തെ ആണോ 2 ദിവസം മുമ്പുള്ളതാണോ എന്നുള്ള അറിയില്ല. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ സുനിത ദേവദാസ് വളരെ മോശമായ രീതിയിൽ ഈ സിസ്റ്ററെ വിമർശിച്ചതാണ്. നിങ്ങൾക്ക് തലേ തട്ടയിടാം, ആ കുട്ടിക്ക് തലേ തട്ടയിടാൻ പറ്റത്തില്ലേ? നാണമില്ല സ്ത്രീയെ നിങ്ങൾക്കെന്നതാണ് ഇവരോട് ചോദിച്ചത്. ഞാൻ ഈ സുനിത ദേവദാസിനോട് ചോദിക്കണേ, നാണമില്ല സ്ത്രീയെ നിങ്ങൾക്ക് ആ സിസ്റ്ററെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ അധികാരമാണ്? ശരിക്കും ഇതൊക്കെ കുത്തിപ്പൊന്നിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും ഈ പ്രശ്നം ഇപ്പോൾ സോൾവ് ആയതാണ്. ഇതിൻ്റെ പുറകെ ഇനിയും ഇത് കുത്തിപ്പൊന്നിച്ച് എന്തെങ്കിലും ക്രിമി കടിച്ചുള്ള ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാലുണ്ടോ എല്ലാവരും അകത്താവും. ഇപ്പം കോടതി തീരുമാനമായിരിക്കുന്നത് അങ്ങനെയാണ്. സൈബർ പോലീസ് കേസെടുക്കണം എന്നുള്ളതാണ്. ഈ വൃത്തികെട്ട യൂട്യൂബ് ചാനലുകളിൽ കൂടി വൃത്തികെട്ട രീതിയിൽ സിസ്റ്ററിനെയും അച്ഛന്മാരെയൊക്കെ ഇങ്ങനെ ഈ ചിത്രീകരിച്ച് കരിവാരി തേച്ച് കാണിക്കുന്ന ഈ ചാനലുകളെല്ലാം ആരായാലും അവരുടെ പേര് കേസെടുക്കുന്നുള്ള രീതിയിലാണ് കോടതിയിൽ നിന്ന് തീരുമാനമായിരിക്കുന്നത്. ഓർത്ത് കളിച്ചാൽ നല്ലത്. നീയൊക്കെ ഗൾഫിലോ മറ്റിടത്തോ ലണ്ടനിലോ ഒക്കെ ആവും ചിലപ്പോൾ ഇരിക്കുന്നത്. നീയൊക്കെ ഇവിടെ കേരളത്തിൽ കോടതിക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചും കണ്ടിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം.
ഇപ്പോൾ കോടതി തീരുമാനമായിരിക്കുന്നത് അങ്ങനെയാണ്. ഇനിയെങ്കിലും ഈ സ്കൂളിൻ്റെ പേരിൽ വർഗീയത അഴിച്ചു വിട്ടിട്ട് എന്തെങ്കിലും രീതിയിൽ വൃത്തികെട്ട രീതിയിലൊക്കെ ഈ ഹരാസ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ചാനലുകളോ യൂട്യൂബ് ചാനലുകളൊക്കെ ഇത് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ സൈബർ പോലീസ് കേസെടുക്കുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അറിഞ്ഞെല്ലാവർക്കും കളിച്ചാൽ നല്ല. നിനക്ക് കുറച്ച് കാലത്തും കൂടെ യൂട്യൂബ് ചാനൽ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിന്നാൽ മതി. ഒരുപാട് അധികാരം കാട്ടാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ശരിയെന്നാൽ നിർത്തുന്നു. ഓക്കെ.